ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു മീൻ ബൈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്? അതൊരു എഞ്ചിനീയറിംഗ് സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് ആണ് അല്ലേ? ഏതൊരു ബ്രാഞ്ചും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യമായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ്. ഇറ്റ് ഈസ് എ branch of engineering science which deals with എന്തിനെയായിരിക്കും അത് ഡീൽ ചെയ്യുന്നത്? ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ബോഡീസ് അല്ലെ? ഒരു ബോഡിയിൽ ആ ബോഡി റെസ്റ്റിലിരിക്കുന്ന ബോഡി ആവാം, അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന ബോഡി ആവാം. ഓക്കെ, ആ ഒരു ബോഡിയിൽ വരുന്ന ഫോഴ്സസിൻ്റെയും അതിൻ്റെ എഫക്ട്സുകളെയും കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് which deals with the forces and their effects on bodies at rest or motion. Okay, so under the action of forces, bodies റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ഇരിക്കുന്ന ബോഡീസിൽ വരുന്ന എഫക്ട്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ ആണോ? സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ബോഡീസ് വിച്ച് ആർ ഇൻ അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ സബ്ജക്റ്റഡ് ടു ഫോഴ്സസ്. ഓക്കെ, അതിൽ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ഓക്കെ, അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ഓക്കെ, അപ്പം ഫോഴ്സിൻ്റെ എഫക്ട്സ് കാരണം റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ, മോഷൻ മീൻസ് യൂണിഫോം മോഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെസ്റ്റ് ഓർ യൂണിഫോം മോഷനിലിരിക്കുന്ന ബോഡിയുടെ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ്, അതാണ് ഇതിൽ പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കുന്നത്. ചിലപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ പല ഫോഴ്സ് ജനറേറ്റ് ചെയ്യാം അല്ലേ? ചിലപ്പോൾ മോഷന് കാരണമായ ഫോഴ്സസ് നമുക്ക് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ മോഷൻ കാരണം ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സസ് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മോഷനിലിരിക്കുന്ന ബോഡി വേറൊരു ബ്രാഞ്ചാണ്, റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത് വേറൊരു ബ്രാഞ്ചാണ്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അഗെയിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് statics and dynamics. Statics and dynamics. ഓക്കെ, സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ എ ബോഡി അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഫോഴ്സസ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? സ്റ്റാറ്റിക്സ്. ഇറ്റ് ഡീൽസ് with forces and their effects on bodies at rest. ഓക്കെ, റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ വരുന്ന ഫോഴ്സസും അതിൻ്റെ എഫക്ട്സിനെയും കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? സ്റ്റാറ്റിക്സ്. ഓക്കെ, ഇനി ഡൈനാമിക്സ് അപ്പോൾ എന്തായിരിക്കും? മോഷൻ അല്ലേ? നമ്മൾ പറഞ്ഞ എന്താ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത് വൈഡ്ലി എന്താണ്? റെസ്റ്റിലോ മോഷനിലോ ഇരിക്കുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ഫോഴ്സസും എഫക്ട്സും ആണ് അല്ലേ? സോ അതിൽ റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ കുറിച്ച് പഠിക്കുന്നത് സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, ഇനി മോഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡൈനാമിക്സ്. അപ്പൊ എന്ത് പറയാം? ഇറ്റ് ഡീൽസ് വിത്ത് ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓഫ് ബോഡീസ് ഇൻ മോഷൻ. അതൊരു പക്ഷേ മോഷന് കാരണമായ ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ മോഷൻ കാരണം ജനറേറ്റ് ആവുന്ന ഫോഴ്സ് ആവാം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സിനെ, ഈ മോഷന് കാരണമായ ഫോഴ്സോ അല്ലെങ്കിൽ മോഷൻ കാരണം ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സോ കൺസിഡർ ചെയ്തും നമുക്ക് അനലൈസ് ചെയ്യാം, കൺസിഡർ ചെയ്യാതെയും അനലൈസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റഡി ഓഫ് ബോഡീസ് കൺസിഡറിങ് ദ ഫോഴ്സസും വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസും ഡൈനാമിക്സിനെ നമുക്ക് അഗെയിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൈനമാറ്റിക്സ് ആൻഡ്
കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. ഓക്കെ ആണോ? സോ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്. എന്താ? വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ്. വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ്. ഏതൊക്കെ ഫോഴ്സ് ആവാം? ആ ഫോഴ്സ് എയ്തർ ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ മോഷൻ, അല്ലെങ്കിൽ മോഷൻ കാരണം ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആവാം. ഓക്കെ, ദ ഫോഴ്സസ് എയ്തർ കോസിങ് ദ മോഷൻ, മോഷന് കാരണമായ ഫോഴ്സ്. ഓക്കെ, കോസിങ് ദ മോഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർ ജനറേറ്റഡ് ബൈ ദി ഫോഴ്സസ് വിച്ച് ആർ generated as a result of motion. Generated as a result of motion. ഓക്കെ ആണോ? സോ ഡൈനാമിക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൽ ഫസ്റ്റ് ആണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ നോട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് which are responsible for the motion as well as the forces generated as a result of motion. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക്സ് എന്തായിരിക്കും? ഈ ഫോഴ്സിനെ കൺസിഡർ ചെയ്തത് കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കൈനറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, സോ കൺസിഡറിങ് ദ ഫോഴ്സസ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഫോഴ്സസ് ആൻഡ് ദെയർ എഫക്ട്സ് പഠിക്കുന്ന സമയത്ത് ബോഡി അറ്റ് റെസ്റ്റിലാണെങ്കിൽ വി ആർ സേയിങ് ഇറ്റ് ആസ് സ്റ്റാറ്റിക്സ്. ബോഡി ഇൻ മോഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡൈനാമിക്സ്. ഓക്കെ ആണല്ലോ? സോ അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ബോഡീസ് ഇൻ മോഷൻ. അത് ഓപ്ഷനിൽ ഡൈനാമിക്സ് ഇല്ലെങ്കിൽ കൈനറ്റിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഓപ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പം അതിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്താണ്? ബോഡീസ് ഇൻ മോഷൻ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി അവിടെ മോഷന് കാരണമായ ഫോഴ്സോ മോഷൻ കാരണം ഉണ്ടാവുന്ന ഫോഴ്സസോ നമ്മൾ കൺസിഡർ ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കൈനമാറ്റിക്സ്. കൺസിഡർ ചെയ്തുവാണെങ്കിൽ കൈനറ്റിക്സ്. സോ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് either causing the motion or generated as a result of motion, it is kinematics. Considering the forces, it is kinetics. ഓക്കെ ആണോ? സോ ഇതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മോഷൻ വരുന്ന സമയത്ത് ആ യൂണിഫോം മോഷനിൽ വരുന്ന ഇക്വേഷൻസ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുന്നു. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ വരുന്ന ഡെവലപ്പ് ആവാൻ ചാൻസ് ഉള്ള ഫോഴ്സസ് എന്താണ് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓക്കെ ആണോ? സോ ഇതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓർ യൂണിറ്റ്സ്. നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് ഉള്ളത് അല്ലെ. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ. മറ്റൊന്നിന്റെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പൊ കിലോഗ്രാം നമുക്കറിയാം മാസിന്റെ യൂണിറ്റ് ആണ് അല്ലെ. കിലോഗ്രാമിനെ നമുക്ക് വേറെ ഒന്നിന്റെ ടേമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് യൂണിറ്റ് ആയിട്ട് നമുക്ക് ഈ മാസ് ഇങ്ങനെ വരുന്ന 7 യൂണിറ്റ്സിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ, വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ. മറ്റൊന്നിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, 7 എണ്ണം. ഒന്ന് നിങ്ങൾക്കറിയാം എന്താ? മാസ് അല്ലേ. മാസിന്റെ യൂണിറ്റ് എന്താ? മാസ് കിലോഗ്രാം. ഓക്കെ ആണോ? ഫസ്റ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് മാസ്. രണ്ടാമത്തെ ക്വാണ്ടിറ്റി ആണ് ലെങ്ത്. L. യൂണിറ്റ് എന്താ? മീറ്റർ. മൂന്നാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ടൈം. T, സെക്കൻഡ്സ്. ഓക്കെ ആണോ? സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് പറഞ്ഞു വരുന്നത്. മാസ്, ലെങ്ത്, ടൈം ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ദെൻ 4 കറണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ അല്ലേ. ആംപിയർ. ഓക്കെ, ദെൻ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ. What is the SI unit of temperature? Kelvin.
Okay, Kelvin. Sixth unit, luminous intensity. Luminous intensity. Unit എന്താ എക്സാമിന് ചോദിക്കാറുണ്ട്. What is the unit of luminous intensity? Candela. CD. Candela is denoted by CD. Seventh unit, amount of substance. Amount of substance. Amount of substance ഏത് യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? മോൾ. ഡിനോട്ട് ചെയ്യുന്നത് MOL. ഓക്കെ ആണല്ലോ, മോൾ. സോ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? മാസ് ഇൻ kg, ലെങ്ത് ഇൻ മീറ്റർ, ടൈം ഇൻ സെക്കൻഡ്സ്, കറന്റ് ഇൻ ആംപിയർ, temperature in Kelvin, luminous intensity in candela, amount of substance in mole. Okay ആണോ? ഇനി 1 mole means what? 1 mole is equal to Avogadro number. 1 mole is equal to Avogadro number. എത്രയാണ് Avogadro number? 6.022 into 10 raised to 23. It is a number. 6.022 into 10 raised to 23. കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ വേറൊരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ പഠിക്കും. ഓക്കെ, 6.022 into 10 raised to 22. അപ്പോൾ ഇത്രയും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇനി ഈ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് മറ്റ് യൂണിറ്റ്സുകൾ കിട്ടും. മെയിനായിട്ട് 7 യൂണിറ്റ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ 2 സപ്ലിമെന്ററി യൂണിറ്റും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ള 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും ആംഗിളിനായിട്ട് സപ്ലിമെന്ററി യൂണിറ്റും നമ്മൾ പറയുന്നുണ്ട്. സപ്ലിമെന്ററി യൂണിറ്റ്സ് അല്ലെങ്കിൽ ആംഗിൾസിന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ആയിട്ടല്ല സപ്ലിമെന്ററി യൂണിറ്റ്സ് പറയുന്നുണ്ട്. 2 യൂണിറ്റ്സ് ഏതൊക്കെയാണത്? പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് പ്ലെയിൻ ആംഗിൾ റേഡിയൻസ് RAD. സോളിഡ് ആംഗിൾ ആണെങ്കിൽ സ്റ്റെറഡിയൻ. ഓക്കെ ആണോ? സോ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ആണ് ബേസിക്കലി നമുക്ക് ഉള്ളത്. ഇനി ഈ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താ? ഡിറൈവ്ഡ് യൂണിറ്റ്സ്.